ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓസ്ട്രേലിയൻ വ്ളോഗിൻ്റെ തേർഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 1 വീക്കിന് വേണ്ടിയിട്ടാണ് ഓസ്ട്രേലിയയിൽ പോയത്. അപ്പോൾ പോരുന്നതിന് മുമ്പത്തെ 2 ദിവസത്തിലെ ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഓസ്ട്രേലിയൻ വ്ളോഗിൻ്റെ പാർട്ട് 1ഉം 2ഉം കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കണ്ട് നോക്കി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ള വീക്ക് ഡേയ്സിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആയിട്ട് ഞാനും ചേച്ചിയും കൂടെ മാത്രമായിട്ടൊരു ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികളെയും ചേട്ടനെയും പാർക്കിലേക്ക് വിട്ടേക്കാണ്. മുമ്പ് ഞങ്ങൾ പോയിട്ടുള്ള പാർക്ക് തൊട്ടടുത്തുള്ളത്. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഞങ്ങൾ കറങ്ങി കുറച്ച് സമയം എടുത്തിട്ട് വരുള്ളൂ. അപ്പോൾ കുറച്ചധികം സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി, അവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടേക്കുന്നത്. പിന്നെ ചേച്ചിയുടെ മക്കളും ഉണ്ടായിരുന്നില്ല, അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. തേഴ്സ്ഡേ ആണല്ലോ. അപ്പോൾ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഭയങ്കര ബോറടിയായിരിക്കുള്ളൂ, അവരും ഇല്ല. അപ്പോൾ അതാണ് കേട്ടോ പാർക്കിലേക്ക് വിട്ടത്. അപ്പോൾ ഞാനും ചേച്ചീൻ്റെ പോകാൻ പോണു. ചേച്ചിയുടെ ഹസ്ബൻഡിനാണെങ്കിൽ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി. അപ്പോൾ അതേ അവരെ വഴിയിൽ വെച്ച് കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു സൺ ഗ്ലാസ് വാങ്ങിക്കാനും പിന്നെ കുറച്ച് വിൻ്റർ ക്ലോത്ത്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മൂരിയാൾട്ട കൺസർവേഷൻ പാർക്ക് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്, സ്കൂളിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു വട്ടം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇരുട്ടായി, അപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല. അതാണ് കേട്ടോ ഞാനും ചേച്ചിയും കൂടെ ഇപ്പോൾ വീണ്ടും വരുന്നത്. അപ്പോൾ ലേറ്റുള്ള ടൈമിൽ വരികയാണെങ്കിൽ നമുക്ക് വീഡിയോസ് കൊടുക്കാം, അവിടെ എല്ലാം ശരിക്കും കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങിയാണ് കേട്ടോ മൂരിയാൾട്ട കൺസർവേഷൻ പാർക്കിലേക്ക് പോകുന്നൊരു വഴി. അതിന് ചുറ്റിലും വീടുകളൊന്നുമില്ല, ഇത്ര നേരം വീടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താഴെ ചെറിയൊരു കുഞ്ഞി പാർക്കുണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നിറയെ മരങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് ചെറിയ ചെറിയ മൃഗങ്ങളുണ്ട്. പിന്നെ മെയിനായിട്ട് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു മൃഗമാണ് കോലാ ബിയർ. അത് മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്നുണ്ടാവും. ഞാൻ ഒരു വട്ടം പോയപ്പോൾ കണ്ടു. അപ്പോൾ അതിനെ ശരിക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോഴും പോകുന്നത്. എപ്പോഴും പോകുമ്പോൾ കാണാൻ പറ്റാറില്ല. അവർ മരത്തിന് മുകളിൽ ഇങ്ങനെ മുകളിലിരിക്കുകയായിരിക്കും. ജസ്റ്റ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് താഴേക്ക് ഇറങ്ങി വരിക. അവിടെ സൈഡിൽ ഒരു അരുവി ഉണ്ടല്ലോ, എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തൊക്കെ ഒരു അരുവിയുണ്ട്. അത് മെയിനായിട്ട് ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, മൂരിയാൾട്ട വാട്ടർഫോൾ. അവിടെ നിന്ന് ഒഴുകി വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ വെള്ളമില്ല. നല്ല മഴയുള്ള സമയത്താണ് വെള്ളം ഉണ്ടാകുമ്പോൾ നല്ല വലിയ വെള്ളച്ചാട്ടം ഉണ്ടാവുക. ഇപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ കോല ബിയർ. അപ്പോൾ ഇതിന് ഏകദേശം ഒരു മങ്കിയുടെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട്. പക്ഷേ ഒട്ടും അതുപോലെ അല്ല കേട്ടോ, ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഒട്ടും അതുപോലെയല്ല. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻഫർമേഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കിതൊക്കെ വായിച്ചിട്ട് അതിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി തുടങ്ങിയിട്ട് അപ്പോൾ തന്നെ കണ്ടു കേട്ടോ മുകളിലിരിക്കുന്നത്. ഇതാണ് കോല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഞാൻ കുറച്ചും കൂടി സൂമൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നോക്കിയത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു മരം ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് മരങ്ങളുണ്ട്, മരത്തിനൊക്കെ നല്ല ഹൈറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ കാണില്ല, സൂക്ഷിച്ച് നോക്കണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കി ഉള്ളിലേക്ക് പോയി. പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല രസമാണ് കേട്ടോ. മലയുടെ ഇടയിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാലങ്ങളുണ്ട്, അരുവി ഉണ്ടല്ലോ, വാട്ടർഫോൾസിൽ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളമാണ് ഇതിൽ കൂടെ ഒഴുകുക. വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരുന്നതിനെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വേറെ ഒരെണ്ണത്തിനെ കൂടെ കണ്ടു കേട്ടോ, അത് മുകളിലിരിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് സൂം ചെയ്യുമ്പോൾ മാത്രം കാണുന്നത്. ചേച്ചിക്ക് ഇങ്ങനെ പോയി ശീലമുള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് കാണിച്ചു തരുന്നത്. ഞാൻ നോക്കിയിട്ട് എവിടെയും ഒന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെയും മുകളിലേക്ക് പോയി. അപ്പം മലയുടെ സൈഡിൽ ഇങ്ങനെ നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വഴിയുണ്ട്. ഈ ഒരു റൂട്ടല്ലാതെ നമുക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴി കൂടെയൊക്കെ മലയുടെ മുകളിലേക്ക് കയറി പോവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു വഴിയാണ് കേട്ടോ ഇത് കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് അടിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി അതിൻ്റെ മുകളിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ ചേച്ചി പോവാറുണ്ട് ഈ സ്ഥലം, ഒരു ഗുഹ പോലെ ഇങ്ങനെ അവിടെ ഒരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ടായിരുന്നു, അതാണ് വെയിറ്റ് ചെയ്തത്, അവർ പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി വന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. താഴെ നിന്ന് നോക്കുന്ന പോലെയല്ല മുകളിൽ, അവിടെ കുറച്ചുകൂടി ഉള്ളിലേക്ക് നമുക്കിങ്ങനെ ഒരു ഗുഹ പോലെ കാണാം. അപ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പിന്നെ മുകളിലേക്ക് പോകാം കേട്ടോ സൈഡിൽ കൂടെ. പക്ഷെ അവിടെ എന്തോ നമുക്ക് കയറാൻ പറ്റുന്നില്ല, അവിടെ ക്ലോസ് ചെയ്തേക്കാണ്. എന്തോ സ്റ്റേഴ്സിൻ്റെ പണി നടക്കുകയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ കുറച്ചുകൂടി മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണെന്ന് ചേച്ചി പറഞ്ഞു, അവർ പോയിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇപ്പം അടുത്തെന്തോ ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റും മലകളാണ്,
നല്ല വ്യൂ ആണ്. ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും താഴെ വേറെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു സ്പേസ്. നമുക്ക് കുറച്ചൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ കുറച്ച് നടന്ന് വന്നിരുന്ന് ഒന്ന് മൈൻഡൊക്കെ ഫ്രീ ആക്കാൻ പറ്റിയൊരു പ്ലേസ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതൊരു ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല, അവിടെയുള്ള ആളുകൾ തന്നെ ജസ്റ്റ് വാക്കിങ്ങിന് വേണ്ടി വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഒരു വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് നടന്ന് വാട്ടർഫോളിൻ്റെ അവിടം വരെ എത്തി തിരിച്ച് നടന്നു പോരും. അപ്പം നടക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ഡേ ആണെങ്കിൽ നമ്മൾ വൈകിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മൈൻഡ് നല്ല റിഫ്രഷ് ആവും. പിന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, ഇവിടെ നല്ല ക്ലീനായിട്ട് കിടക്കുന്ന ഒരു കടലാസ് പേപ്പർ പോലും കിടക്കുന്നില്ല. അതൊക്കെ ഇവരെ സമ്മതിക്കണം. ഒരു ക്യാമറ പോലും ഇല്ല. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ നീറ്റായിട്ട് ക്ലീനായിട്ട് വെക്കണം എന്നുള്ളത്. അപ്പോൾ അത് ആരും നോക്കാനില്ല എന്നറിയാം, എന്നാൽ കൂടി അവിടെ നല്ല ക്ലീനായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ക്യാമറ കൂടി ഇല്ലെങ്കിൽ അവിടെ എത്ര വൃത്തികേടാക്കിയാണ് ഇടുക. അപ്പോൾ ഞങ്ങൾ നടന്ന് അങ്ങനെ മോറിയാൾട്ടം വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തി. വെള്ളം വളരെ കുറച്ചാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു സീസണിൻ്റെ ആണ്. നന്നായിട്ട് മഴ പെയ്യുന്ന സമയങ്ങളിൽ വെള്ളം നന്നായിട്ട് ഉണ്ടാവും എന്നാണ് പറയുക. കുറച്ച് വെള്ളം കൂടുതലുള്ള സമയത്ത്, അതായത് മഴക്കാലത്തെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്, വാട്ടർഫോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ അതും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ വന്ന സമയം ശരിയല്ല, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. പിന്നെ നമ്മൾ നടന്ന് വന്നിട്ട് കുറച്ച് സമയം അവിടെ ഇരിക്കാനും ഇങ്ങനെ ബെഞ്ച് പോലെ ഉണ്ട് കേട്ടോ, ഒരു ബെഞ്ച് അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇരുന്നില്ല, കാരണം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് നടന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നില്ല, അവരിരുന്നോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ കോല ബിയറിനെ കണ്ടത്. അത് പകൽ സമയം ഫുള്ള് മരത്തിൻ്റെ മുകളിലായിരിക്കും, ഫുൾ ടൈം കിടന്ന് ഉറങ്ങായിരിക്കും. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നേക്കണത്. ഇത് മരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ വളരെ സ്ലോയിലാണ്. നമ്മളൊക്കെ കണ്ടിട്ട് അതിന് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല കേട്ടോ, പേടിച്ച് മാറിപ്പോവുക അങ്ങനെയൊന്നുമില്ല. ആൾ വന്ന് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പതുക്കെ ഇറങ്ങി വന്ന് വെള്ളം കുടിച്ച് ആൾ പിന്നെ തിരിച്ച് കയറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോനെയും കൊണ്ട് വേണം വരേണ്ടത്. അവനിങ്ങനെയൊക്കെ അനിമൽസിനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നപ്പോൾ 2 കങ്കാരൂസിനെ കണ്ടു. അപ്പോൾ അവർ ജസ്റ്റ് ഞങ്ങളെയും കണ്ടപ്പോൾ അവർ സ്റ്റക്കായി, ഓടിപ്പോവുമായിരുന്നു. അതിനിടയിൽ ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ അവർ സ്റ്റക്കായി. ഒരെണ്ണം വേഗം ഓടിപ്പോയി, പിന്നെ ഒരാൾ അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് കേട്ടോ, ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട്. പിന്നെ ഞങ്ങൾ വിളിച്ചു നോക്കി, ഒരു രക്ഷയില്ല. ആൾ ഒന്ന് ഓടിപ്പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ കണ്ടില്ല. അത് ഞങ്ങൾ പോയതിന് ശേഷമാണ് അത് ഓടിപ്പോയത്, പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് പോന്നപ്പോൾ സൈഡിൽ മുയലുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് ഓടിപ്പോയി. നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ നടന്ന് വരുന്നതൊക്കെ കാണുമ്പോൾ അവർ പെട്ടെന്ന് ഓടിപ്പോവുകയാണ്. വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ തത്തകളുണ്ടായിരുന്നു, നല്ല കളർഫുള്ളായിട്ടുള്ളത്. ഒരു സൂയിൽ പോയൊരു എഫക്റ്റായിരുന്നു കേട്ടോ. മക്കളെയും കൊണ്ട് വരാഞ്ഞത് ഭയങ്കര നഷ്ടമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കിനും സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നു, അവർ പാർക്കിൽ പോയവരൊക്കെ വന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കായിരുന്നു. അപ്പോൾ ചേച്ചി ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങളിനി പോകുന്നതിന് മുമ്പ് ഒരു ഫുൾ ഡേ ഉള്ളൂ. പിറ്റേ ദിവസം ഫ്രൈഡേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസം ചേച്ചിയും ചേട്ടനും കുട്ടികളൊക്കെ ലീവാക്കാം, നമുക്ക് ഫുൾ ഡേ കറങ്ങാം, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി അടിച്ച് പൊളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടിലിടാം കേട്ടോ, ലാസ്റ്റ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കും. അപ്പോൾ അതാണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിലാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.